നല്ല ഉണക്ക കൊഴുവ, നല്ല കുഞ്ഞു കൊഴുവയാണ് കിട്ടിയേക്കുന്നത്. ഇതുകൊണ്ട് ഞാൻ നല്ല 2 ഡിഷ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം മീനൊന്നും കിട്ടാത്ത സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഉണക്ക കൊഴുവ വാങ്ങിച്ച് ഇതുപോലെ ഈ റെസിപ്പി പോലെ ഫോളോ ചെയ്ത് ഉണ്ടാക്കാം. അപ്പോൾ അത് കണ്ടു. ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്, എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. അതിനകത്തോട്ട് നമുക്ക് ഈ ഉണക്ക കൊഴുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് മൊരിച്ചെടുക്കണം. അത് മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കുഞ്ഞു കൊഴുവ ആയതുകൊണ്ട് കരിഞ്ഞു പോവും. അത് കഴിഞ്ഞിട്ട് അതൊന്ന് പേറ്റി കളയണം. അതിൻ്റെ പൊടികൾ ലാസ്റ്റ് അടി കിടപ്പുണ്ടാവും, അതൊന്ന് പേറ്റി കളയുകയും വേണം. അപ്പോൾ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാം, ഇതിൻ്റെ അടിയിൽ കണ്ടോ ഇങ്ങനെ ഒരു പൊടി പോലെ ഉണ്ടാവും. നമ്മൾ പേറ്റി കളയണം, അത് എടുക്കരുത്. പിന്നെ ചെറിയ തീയിൽ വേണം അതിനെ ഫ്രൈ ചെയ്ത്, എണ്ണയൊന്നും ഇടാതെ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കതിനെ മൊരിച്ച് കുക്ക് ചെയ്ത് എടുക്കാം. നമ്മുടെ കൊഴുവയൊക്കെ ഒരുമാതിരി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതിനെ ഒന്ന് അടുപ്പത്തുനിന്ന് മാറ്റുവാണ്. അത് നമ്മൾ പേറ്റി അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. നമ്മുടെ കൊഴുവയൊക്കെ നല്ല മൊരാന്ന് മൊരിച്ച് എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതിനെ പേറ്റി അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു ചമ്മന്തി, നല്ല അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അതായത് കാന്താരി മുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് ചതച്ച്, ഈ കൊഴുവയും കൂടെ ഇട്ട് ചതച്ചിട്ട് നല്ല പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കഴിച്ചാൽ ചോറിന് പറ്റിയ നല്ല, അല്ലെങ്കിൽ കഞ്ഞിക്ക് പറ്റിയ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ആ പ്രോസസ്സിലോട്ട് നമുക്കൊന്ന് പോയാലോ. നല്ല കല്ലുപ്പും ചെറിയ ഉള്ളിയും കൂടെ ആദ്യം ചതച്ചെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കാന്താരി മുളകും കൂടെ ഇട്ട് കുറേശ്ശെ വേണം നമുക്കതിനെ ചതച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കാന്താരി മുളകും ചേർത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് ചതയ്ക്കാം ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കൊഴുവ ഇട്ട് ചതച്ചെടുക്കാം. ഇതിലൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയും നന്നായിട്ട് ചതയ്ക്കണം. ചമ്മന്തിക്ക് ആയതുകൊണ്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പം അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ചും ചതച്ചെടുക്കാം. എനിക്ക് ചെറിയ കല്ലുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിയും ഇതൊക്കെ ഒരുമാതിരി ചതഞ്ഞ് കിട്ടി. ഇനി നമുക്ക് ആ കൊഴുവ കുറേശ്ശെ ഇട്ടിട്ട് ചതച്ചെടുക്കാം. കുറച്ച് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് ചതച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിനെ സെപ്പറേറ്റ് ആയിട്ട് ചതച്ചതെല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മാറ്റിയിട്ട് ഞാൻ ബാക്കി കൊഴുവയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ചതയ്ക്കാൻ പോവാം. ചെറിയ ചൂടോടെ ചതച്ചാലാണ് നന്നായിട്ട് ചതഞ്ഞ് കിട്ടുന്നത്. നല്ല മൊരിഞ്ഞാലാണ് ചതഞ്ഞും കിട്ടുന്നത്. അതേ ഒരുമാതിരി ചതഞ്ഞിട്ടുണ്ട്. അതിനെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നേരത്തെ ഉള്ളിയൊക്കെ മാറ്റിയ പോലെ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് കുറച്ചും കൂടെ നമുക്ക് ചതയ്ക്കാനുണ്ട്. അതും കൂടെ ചതച്ച് റെഡിയാക്കി ഈ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. നല്ല കൊഴുവയും ഒക്കെ ചതച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കാന്താരി മുളകും ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ യോജിപ്പിച്ച്, എല്ലാവരുടെ വീട്ടിൽ ചോറ് റെഡിയായെങ്കിൽ നമുക്കിതിപ്പോൾ സെർവ് ചെയ്യാം. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഉണക്ക കൊഴുവ കാന്താരി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലിട്ട് സെർവ് ചെയ്യാൻ പോകും. ആരുടെയൊക്കെ വായിലിപ്പോൾ കപ്പൽ ഓടിക്കാം. ഇനി നമുക്ക് അടുത്ത ഡിഷിലോട്ട് പോവാം. അതായത് ഉണക്ക കൊഴുവ ഉലത്തുന്നത്. പാൻ ചൂടാക്കി അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരും. എന്നാൽ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി. അതിനകത്തോട്ട് ചെറിയ ഉള്ളി, ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട്, ഏകദേശം 1.5 കപ്പോളം നമ്മൾ കുഞ്ഞു കൊഴുവയുണ്ട്. 2 കപ്പ് ഉണ്ടായിരുന്നു. 1/2 കപ്പ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് എടുത്തു. ബാക്കി നമുക്ക് ഉലത്തിയെടുക്കാം. നല്ല ഉണക്ക കൊഴുവ ഉലത്തിയത്. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് വെച്ച്, എണ്ണയില്ലാതെ ഫ്രൈ വെച്ച കൊഴുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ചെറിയ തീയിൽ വേണം ഇതിനെ ഉലത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. മീഡിയം ഹീറ്റിൽ അല്ലെങ്കിൽ മീഡിയം ടു ചെറിയ തീയിൽ നമുക്കിതിനെ ഒന്നും കൂടെ ആ ചുവന്നുള്ളിയുടെ ടേസ്റ്റുമൊക്കെ എല്ലാം ഒന്ന് ഇതിനകത്ത് വരട്ടെ. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് ഈ ഉണക്കക്കൊഴുവ ഉപ്പില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ലേശം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതായത് മുളക് ചതച്ചത്, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളകും. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല മൊരുമൊരാന്നുള്ള കൊഴുവ കഴിക്കാനായിട്ട്. അപ്പോൾ മീൻ കിട്ടാത്ത സമയത്ത് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് മീനിന് പകരം മഴക്കാലത്തൊക്കെ ഇത് യൂസ് ചെയ്ത് ഉലത്തിയെടുക്കാം. നല്ല ഉണക്ക കൊഴുവ വറുത്തത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഒരു സെർവിങ് പ്ലേറ്റിലിട്ടിട്ട് രണ്ടും കൂടെ സെർവ് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഉണക്ക കൊഴുവ ചമ്മന്തിയും നല്ല കാന്താരി മുളകും ചുവന്നുള്ളിയൊക്കെ ചതച്ച ചമ്മന്തിയും ഈ ഉണക്ക കൊഴുവ ഫ്രൈ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായല്ലോ. പിന്നെന്താ താമസം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമോ. ഫ്രണ്ട്സുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണേ.